ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ആർക്കേസ് ചാനൽ. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മുടെ മാവൊക്കെ പൂക്കാൻ തുടങ്ങി. ഇതാ നിറയെ പൂക്കളൊക്കെ വന്നിട്ടുണ്ട്. ഇനി മാമ്പഴമൊക്കെ നല്ലോണം കിട്ടുന്ന സീസണായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് മാമ്പഴം വെച്ചിട്ട് ഒരു ഐറ്റമാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ശരി, വരൂ വീഡിയോയിലേക്ക് പോവാം. പഴുത്ത 3 മാമ്പഴം എടുത്ത് അതിനെ ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ പൾപ്പെല്ലാം എടുത്തിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ പൾപ്പും എടുത്തിട്ട് അതിലേക്ക് ഒരു 4-5 ഏലക്ക കൂടി ഇട്ട് കൊടുക്കുക, 1 സ്പൂൺ വെല്ലപ്പൊടി ഇട്ട് കൊടുക്കുക, ഒരു നുള്ളു ഉപ്പ്, പിന്നെ ഒരു 2 സ്പൂൺ ലെമൺ ജ്യൂസ്. ഇതിനെല്ലാം കൂടി നമ്മൾ ഒരു പാനിലിടുക. ബൈ ദ ടൈം ഒരു പ്ലേറ്റിൽ കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലും 1 സ്പൂൺ നെയ്യ് ഒഴിക്കുക. എന്നിട്ട് നല്ലോണം ചൂടാക്കി ഇളക്കുക. അത് ഏകദേശം ഒന്ന് ആവുമ്പോൾ നമ്മളതിനെ ആ നെയ്യ് പുരട്ടി വെച്ചിരിക്കുന്ന പ്ലേറ്റിലേക്ക് ഒഴിച്ചിട്ട് വെയിലത്ത് കൊണ്ട് വയ്ക്കുക കേട്ടോ. ഒന്ന് അടച്ച് വെച്ചോളൂ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 2 ദിവസം ഉണങ്ങണം, നല്ല വെയിലുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഷീറ്റായി കിട്ടും. വെയിലത്ത് ഉണക്കുമ്പോൾ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക കേട്ടോ, പൊടിയൊന്നും പറ്റാതിരിക്കാൻ. ഇതുകൊണ്ടോ നല്ല അടിപൊളി മാംഗോ ഷീറ്റ് തയ്യാറാണ്. നമ്മളതിനെ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് വയ്ക്കുക, റോൾ ചെയ്ത് വയ്ക്കുക. ഇത് ഏകദേശം ഒരു വർഷത്തോളം കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ നമുക്കിനിയിപ്പോൾ മാംഗോ സീസണൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ നിറയെ എക്സ്ട്രാ മാംഗോസൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് കഴിക്കുകയും ചെയ്യുക. നന്നായിട്ട് അതിനെ കേടുവരാതെ ഇതുപോലെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യുക. ഓക്കെ. ഇപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നവരും എല്ലാവരും ഒന്ന് വേഗം ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. ബെല്ലൈക്കോൺ കൂടി പ്രസ് ചെയ്യൂ, ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ. ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കും. നമുക്കിത് അതുപോലെ റോൾ ചെയ്ത് വെക്കുക. റോൾ ചെയ്ത് വെച്ച് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തും വയ്ക്കുക. എന്നിട്ട് അതിനെ ഒരു കണ്ടെയ്നറിലോ ഒരു ഇതിലെങ്കിലും ആക്കി നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുക കേട്ടോ. നന്നായിരിക്കും കഴിക്കാനും. ഇപ്പോൾ കുട്ടികളൊക്കെ എന്തെങ്കിലും കഴിക്കണം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മുട്ടായി പോലെ ഒരു റോൾ എടുത്ത് കൊടുക്കുക. അവർക്കത് കഴിക്കാനും നല്ല താല്പര്യമായിരിക്കും. പിന്നെ ഇത് സ്റ്റോറേജ് ആണെങ്കിൽ കുറേ കാലം നിൽക്കുകയും ചെയ്യും. ഓക്കെ. സോ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ആൾറെഡി ഇത് ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. നിങ്ങൾ ഇതേപോലെയാണോ ചെയ്തത്, എങ്ങനെയാണോ സ്റ്റോർ ചെയ്ത് വെച്ചത്, എല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ. പിന്നെ ഇതിന് ഒരു ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലത്ത് ഉണക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് ശരിയാവില്ല. ആ ഷീറ്റ് നന്നായിട്ട് നമുക്ക് കിട്ടില്ല. ഓക്കെ. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, ഫീഡ്ബാക്ക് അറിയിക്കൂ. ഹാപ്പി കുക്കിംഗ്.